സഞ്ജു ടെക്കി നീതുവും തമ്മിലുള്ള ബ്രേക്കപ്പ് ഏകദേശം പറഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് സഞ്ജു ടെക്കി ഇതിനെ പറ്റി ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ തന്നെ നമ്മൾ വിചാരിച്ചു ഈ ഒരു പ്രശ്നം ഇവിടെ കൊണ്ട് തന്നെ അവസാനിക്കണമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം സഞ്ജു ടെക്കിന്റെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതിനകത്ത് പുള്ളി എവിടെയും ഇങ്ങനെ അപ്പുറത്തെ സൈഡിനകത്തുള്ള ഇപ്പൊ നീതുവിനെയോ ഇങ്ങനെ കുറ്റം പറയുന്ന രീതിക്കോ അല്ലെങ്കിൽ അവർ മോശമാണെന്നുള്ള രീതിക്കോ അങ്ങനെയൊന്നും സഞ്ജു ടെക്കി ആ വീഡിയോനകത്ത് പറഞ്ഞ് നമ്മൾ കേട്ടില്ല. സഞ്ജു ടെക്കി അത് ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ 2 വൈബാർന്ന്, അതുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞ് അങ്ങനെ ഡീസെന്റ് ആയിട്ട് ഞങ്ങൾ മ്യൂച്വലായിട്ട് പിരിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നൊക്കെ ഉള്ള രീതിക്കാണ് പുള്ളി ആ വീഡിയോനകത്ത് അന്ന് പറഞ്ഞത്. ഇപ്പൊ അപ്പുറത്തെ സൈഡിനകത്തുള്ള നീതു എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരി ഇപ്പൊ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് കാര്യം, നമ്മൾ ഒരു സൈഡ് മാത്രം കേട്ടാൽ പോരല്ല, അപ്പുറത്തെ സൈഡും കൂടെ കേട്ടാലുള്ള കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ കിട്ടുള്ളൂ. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞ പല കാര്യത്തിനകത്ത് എനിക്കൊരു വിയോജിപ്പ് തോന്നിയിട്ടുണ്ടായി. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പുള്ളിക്കാരിയുടെ ചാനലിനകത്താണ് വന്നേക്കണം. ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താ ബ്രേക്കപ്പ് ആയത്, ആരാ ബ്രേക്കപ്പ് ആയത്, മ്യൂച്വലി ആണോ ബ്രേക്കപ്പ് ആയത് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നാളായിട്ട് വഴക്കാണ്, വഴക്കിടും കൂടും അങ്ങനെയായിരുന്നു. പക്ഷെ ബ്രേക്കപ്പ് ആവാനും വേണ്ടിയിട്ടുള്ള റീസണൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും രണ്ടുപേർക്കും ഒരിടയായപ്പോഴത്തേക്ക് ഇഷ്ടം പോയി, അത് വേറെ കാര്യം. അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും സഞ്ജു തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത്, ഞാൻ അവൻ്റെ വൈബല്ല, അവൻ ഓക്കെ അല്ല, ഞാൻ എൻ്റെ കൂടെ ഹാപ്പിനെസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അല്ല, വഴക്കുണ്ടായിരുന്നു, പിന്നെ അവൻ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, നമ്മളെ വേണ്ടാത്തടുത്ത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ ബ്രേക്കപ്പ് ആയതാണ്. ഓക്കെ, അപ്പൊ ഇവര് റിലേഷനകത്ത് ഉണ്ടായപ്പോഴത്തേക്കും ഇപ്പൊ പല റിലേഷനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് റിലേഷനിലാവുമ്പോഴത്തേക്കും ആ സമയത്തൊക്കെ ഭയങ്കര സ്നേഹിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും അവര് രണ്ടുപേരും തമ്മിലൊക്കെ. പക്ഷെ പിന്നെ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഇവര് തമ്മിലുള്ള ഇപ്പൊ ആ പുള്ളിക്കാർ പറഞ്ഞ പോലെ തന്നെ അവർ ഹാപ്പിനെസ് കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ പല റിലേഷനകത്തും ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു വിഷയം തന്നെയാണ് ഇവരുടെ ഇടയിനകത്ത് വന്നേക്കണം. അതിന് ഫസ്റ്റൊക്കെ ഭയങ്കര രസമായിരുന്നു, പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് തമ്മിലുള്ള ആ ഹാപ്പിനെസ് പോയി, പിന്നെ അവരത് കഴിഞ്ഞിട്ട് ബ്രേക്കപ്പ് ആയെന്നുള്ള രീതിക്കാണ് ഈ പുള്ളിക്കാരി പറയുന്നത്, ഇപ്പൊ ഈ ഒരു സെക്ഷനകത്ത്. അപ്പൊ അതൊരു നല്ല കാര്യം തന്നെയാണ്. കാര്യം നമുക്ക് ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിരിയാൻ തന്നെ നോക്കാം. അല്ലാണ്ട് അവിടെ കടിച്ചു പിടിച്ച് കിടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ ജീവിതം അവരുടെ ജീവിതം കളയാന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിരിയുക, അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. അപ്പൊ നമുക്ക് ബാക്കി കണ്ടു നോക്കാം. സഞ്ജു ഇപ്പൊ ഒരു പെണ്ണായിട്ട് അവളായിട്ട് റിലേഷൻ ആണോ, അവരെന്താണ്, സീരിയസ്ലി എനിക്കറിയത്തില്ല. പിന്നെ എന്നോട് പറഞ്ഞത് ഫ്രണ്ട്സ് ആണെന്നാണ്. മേ ബി എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ കാണും. പിന്നെ അവരുടെ കാര്യം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചോ. ഇപ്പൊ ഈ പുള്ളിക്കാരി അവസാനം പറഞ്ഞു ഒരു സാധനം ഉണ്ടല്ലോ, അതായത് അവരുടെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളാൻ. അതാണ് അതിന്റെ ഒരു കറക്റ്റ് പോയിന്റ്. കാര്യം ഈ പുള്ളിക്കാരനോട് ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അതായത് മേ ബി ചിലപ്പോൾ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ. അപ്പൊ ഈ ഊഹാപോഹങ്ങളൊക്കെ എന്തിനാണ് വെറുതെ പറഞ്ഞുണ്ടാക്കണം? നിങ്ങൾക്ക് അറിയൂല്ലെങ്കിൽ അറിയുന്ന കാര്യം മാത്രം പറയാം, അറിയൂല്ലെങ്കിൽ നിങ്ങളത് പറയാണ്ടിരിക്കുക. ഇത് നിങ്ങൾ അവരുടെ കാര്യത്തിനകത്ത് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അവരോട് ചോദിക്കാന്നങ്ങ് പറഞ്ഞാൽ മതി. അല്ലാണ്ട് നിങ്ങൾ അതിനകത്ത് ഒരു ഊഹാപോഹങ്ങളൊന്നും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതെനിക്ക് എന്തോ അവരോട് യോജിക്കാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് ബാക്കിയുണ്ടോ. വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സത്യമാണോ എന്നൊക്കെ നിങ്ങളും ഒക്കെ ചോറ് തന്നെയല്ലേ കഴിക്കുന്നത്, നിങ്ങൾക്കപ്പം മനസ്സിലാക്കാൻ പറ്റുമല്ലോ സത്യമാണോ കള്ളമാണോ എന്നൊക്കെ. പിന്നെ അതിലവൻ കുറച്ച്, എനിക്കറിയത്തില്ല, കുറച്ച് അഭിനയിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അത്ര കരഞ്ഞും പിടിച്ച് അവൻ ഭയങ്കര ഡിപ്രഷനും സങ്കടമൊന്നും ഇല്ലായിരുന്നു. അവൻ പറഞ്ഞ് എത്രയോ ദിവസം സങ്കടമായിട്ടാണ്, ഡിപ്രഷനായിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് എന്നൊക്കെ. വെറുതെയാണ് ഗൈസ്, അവന് സ്ട്രൈക്ക് ഇട്ടിട്ടാണ് വീഡിയോ ഇടാതിരുന്നത്. എന്തായാലും ക്യാമറ ഓണാക്കി ഒരുങ്ങി പഠിച്ച് വന്ന് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉള്ള കാര്യം പറഞ്ഞാൽ എന്താ, പിന്നെ വെറുതെ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടനാക്കുമല്ലേ. ഇവിടെയാണ് എനിക്ക് ഇതിനകത്തൊക്കെ പ്രശ്നം തോന്നിയത്. കാര്യം ഒരു റിലേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും 2 സൈഡും മ്യൂച്വലായിട്ട് അത് അണ്ടർസ്റ്റാൻഡിങ്ങോടെ പിരിയണതാണ് നല്ലത്. അല്ലാണ്ട് പിരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ വന്നിരുന്നിട്ട് അയാളുടെ സൈഡ് പറഞ്ഞു. ഇപ്പം നമ്മുടെ ആദ്യം സഞ്ജു ടെക്കി വന്നിട്ട് പുള്ളിക്കാരൻ്റെ സൈഡ് പറഞ്ഞ്, പക്ഷെ ആ ഒരു സൈഡിനകത്ത് എവിടെയും പുള്ളിക്കാരൻ ഈ നീതു എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരനെ മോശമാക്കിയിട്ട് ഒന്നും ആ വീഡിയോനകത്ത് പറഞ്ഞില്ല. പക്ഷെ ഈ പുള്ളിക്കാരിയുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി അങ്ങനെയല്ല. അവിടെ സഞ്ജു മറ്റേ അഭിനയിക്കണേണ്, സഞ്ജു മറ്റേ ഒരുങ്ങി കെട്ടി വന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നൊക്കെയുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സബ്സ്ക്രൈബേഴ്സ് മണ്ടന്മാരാണോ, അതേപോലെ ചോറിന്നുന്നവർക്ക് മനസ്സിലാവും എന്നൊക്കെയുള്ള രീതിക്ക് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു അപ്പുറത്തെ സൈഡിനകത്തേക്ക് ഒരു കരിവാരി എറിയുന്ന പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ബാക്കി കണ്ടു. പിന്നെ സഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിട്ട് തന്നെയാണ് നിർത്തിയിരുന്നത്. എനിക്കിങ്ങനെ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയാൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അതിനോട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അത് ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം അവൻ പറഞ്ഞ പോലെ ഞങ്ങളങ്ങനെ ഭയങ്കര ഫ്രണ്ട്സൊന്നും അല്ല കേട്ടോ. ഞാനങ്ങനെ വിളിക്കാറുമില്ല, മിണ്ടാറുമില്ല. ഫ്രണ്ട്ഷിപ്പും ഞങ്ങൾ ഒന്നുമില്ല. ആ പുള്ളിക്കാരി ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാര്യം ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അവരായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാന്നൊക്കെ ബാക്കിയുള്ളവർ കുറേ പേരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല ഞങ്ങളിപ്പോൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നതാണ്. പക്ഷെ അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ലാത്ത പരിപാടിയാണ്. കാര്യം റിലേഷനകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ഓക്കെ നല്ല ഭയങ്കര അടിപൊളിയൊക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്കായി കഴിയുമ്പോൾ
പിന്നെ അവരായിട്ട് എങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. എങ്ങനെ ഇരിക്കാൻ പറ്റണം? അത് ചിലപ്പോൾ അങ്ങനെ ഇരിക്കാൻ പറ്റുന്നവരുണ്ടാവാം, പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പുള്ളിക്കാരി അത് തന്നെ പറയുന്നത്, പുള്ളിക്കാരി അങ്ങനെ ഇരിക്കണല്ല. അതായത് സഞ്ജുവായിട്ട് അങ്ങനെ ഇപ്പോൾ നിലവിലൊരു ഫ്രണ്ട്ഷിപ്പോ അങ്ങനത്തെ പരിപാടിയോ ഒന്നുമില്ല. പക്ഷേ സഞ്ജു ആ വീഡിയോനകത്ത് പറയുന്നുണ്ട് ഞങ്ങൾ നിലവിൽ ഫ്രണ്ട്സ് ആയിട്ടാണ് പിരിഞ്ഞതെന്നൊക്കെ ഉള്ള രീതിക്ക് പറയുന്നുണ്ട്. പക്ഷേ സഞ്ജു അത് പറഞ്ഞത് ഒരു പ്രശ്നമായിട്ടും എനിക്ക് തോന്നല്ല. കാര്യം ഇപ്പോൾ ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിട്ടാണ് പിരിഞ്ഞതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇവിടെ മോശമായിട്ടൊന്നും ഇല്ലല്ലോ. ഒരു ഫ്രണ്ട്സ് ആയിട്ട് പിരിഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ. പിന്നെ കുറെ പേര് ചോദിച്ചു സഞ്ജു ഭയങ്കര സങ്കടമായിരുന്നു, ഭയങ്കര കരഞ്ഞോണ്ടിരുന്നിട്ടാണ് ആ വീഡിയോ എടുത്തത്. ഇച്ചിരി വെളിവുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ ഓണാക്കി എന്തായാലും ഒരുങ്ങി പഠിച്ചിരിക്കുന്നു. അപ്പം പിന്നെ എനിക്കും വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് അഭിനയിക്കാം. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നു. എനിക്കതുപോലെ വീഡിയോയിൽ സഞ്ജു എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ചീത്ത കുറ്റമൊന്നും പറഞ്ഞില്ല. അത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഉള്ള കാര്യം പറയും. അത് എനിക്കിനിയിപ്പോൾ അവനെ നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിപ്പോൾ എനിക്ക് ആര് സപ്പോർട്ട് വേണം, ആര് കൂടെ വേണം എന്നൊന്നുമില്ല. എനിക്ക് എൻ്റെ കാര്യം ഒറ്റയ്ക്ക് നോക്കാനറിയാം. പിന്നെ അവൻ ഭയങ്കര സങ്കടപ്പെട്ടിട്ടാണ് വീഡിയോ എടുത്തതെന്നൊക്കെ. അത് ആ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് ബിഫോർ അവൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പം അവനെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാകും. പിന്നെ ആ വീഡിയോ ഇടാത്ത കാര്യം ഡിപ്രഷനായിരുന്നു, സങ്കടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇടാഞ്ഞത്. സ്ട്രൈക്ക് കിട്ടിയിട്ടാണ്. എന്തായാലും സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഉള്ള കാര്യം പറയണം. വെറുതെ അവരോട് പിന്നെ അതിൻ്റെടയ്ക്ക് പോയി കള്ളത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. മേ ബി ആയിരിക്കാം. ചിലപ്പോ സഞ്ജു ആ ഒരു വീഡിയോന് വേണ്ടിയിട്ട് അതേപോലെ കരഞ്ഞു വന്നിരുന്ന് പറഞ്ഞതൊക്കെ ആയിരിക്കാം എന്നല്ല, എനിക്ക് ഉറപ്പില്ല. പക്ഷെ എന്നാലും ആയിരിക്കാം. ഇപ്പൊ ഈ പുള്ളിക്കാരി പറഞ്ഞ പോലെ ചിലപ്പോൾ ആണെങ്കിൽ തന്നെ ഇതിപ്പോ ഈ പുള്ളിക്കാരിക്കും ഈ ഒരു കാര്യത്തിൽ സഞ്ജു ഇവർ ബ്രേക്ക് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ തമ്മിൽ വലിയ കോണ്ടാക്റ്റും അതായത് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ സഞ്ജു പിന്നെ എങ്ങനെയാർന്നെന്ന് എങ്ങനെ ഈ പുള്ളിക്കാരിക്ക് പറയാൻ പറ്റണം? ഈ പുള്ളിക്കാരിയുടെ ഒരു ഊഹമല്ലേ പറഞ്ഞത്. അതായത് സഞ്ജു മുമ്പ്, അതായത് വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് വരെ അടിപൊളിയായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര കരഞ്ഞു വിളിച്ച് ഞാൻ ഇത്ര നാൾ ഡിപ്രഷൻ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത്, അങ്ങനെ പറയുന്നത് കള്ളമാണ്, പിന്നെ സ്ട്രൈക്ക് കിട്ടിയോണ്ടാണ് എന്നൊക്കെ പറയണ്ടല്ലേ ഈ പുള്ളിക്കാരി. അപ്പൊ അതെങ്ങനെ സഞ്ജുവിന്റെ ലൈഫിൽ പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരിക്കും ഈ വീഡിയോയിൽ കണ്ടുള്ള അറിവ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാണ് സഞ്ജുവിന്റെ ലൈഫിനകത്ത് പിന്നെ ഈ പുള്ളിക്കാരിക്ക് അഭിപ്രായം പറയാൻ പറ്റണേന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവനെ വെച്ചിട്ട് ചാനൽ റീച്ച് ഉണ്ടാക്കുവാണ്, ചാനൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. എനിക്ക് ഒരു കുഞ്ഞു ചാനൽ ഉണ്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന റീൽസ് ഒക്കെ തന്നെ ഇതിൽ ഇടാറുണ്ട്. ഞാൻ എങ്ങും അത് ഷെയർ ചെയ്തിട്ടുമില്ല, ലിങ്ക് കൊടുത്തിട്ടുമില്ല. എനിക്ക് അങ്ങനെ ഒരു ചാനൽ സെറ്റ് ആക്കണം, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഫെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് ആയ ടൈമിൽ തന്നെ എനിക്ക് ചെയ്യാമായിരുന്നു. എനിക്ക് അവനെ കൊണ്ട് തന്നെ ചാനൽ റീച്ച് ഉണ്ടാക്കിക്കായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനൊന്നും ആവശ്യമൊന്നും ഇല്ല. പിന്നെ ഇപ്പം ഇത് പറയണമെന്ന് തോന്നുന്നു. അത് ശരിയാട്ടാ. ഇപ്പൊ ഈ പുള്ളിക്കാരിക്ക് ഒരു റീച്ച് വേണോന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പുള്ളിക്കാരിക്ക് അത് സഞ്ജുവായിട്ട് റിലേഷനകത്ത് ഇരിക്കുക തന്നെ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ച് കിട്ടും. കാരണം ഈ കപ്പിളൊക്കെ ആയിട്ട് നിൽക്കണോണ്ട് തന്നെ അത്യാവശ്യം നല്ല റീച്ച് കിട്ടാൻ സാധ്യതയുള്ളതാണ് ആ ഒരു സമയത്തൊക്കെ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ. പക്ഷെ ഈ പുള്ളിക്കാരി അത് ചെയ്യാണ്ട് ഇപ്പൊ അത് ബ്രേക്ക് ആയി കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി ചാനലിനകത്തൊക്കെ വീഡിയോ ഇടാനൊക്കെ തുടങ്ങിയത്. അതപ്പോൾ ഇപ്പൊ ഈ കമന്റ്സ് പല തരത്തിലുള്ള കമന്റ്സ് വരില്ല. നീ അവനെ തേച്ച്, അവള് നിന്നെ തേച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള കമന്റ്സ് വരും. അപ്പൊ അതേപോലുള്ള കമന്റ്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ തന്നെ നോക്കാം. പക്ഷെ എത്ര അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഇത് പിന്നെയും കയറി വരും നമ്മുടെ ലൈഫിനകത്തേക്ക്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ നമ്മളോടൊക്കെ ചോദിച്ചിട്ടിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനകത്തൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയും നമ്മളിത് അവോയ്ഡ് ചെയ്യാൻ നോക്കാം. പിന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഒരു കരിവാരി എറിയൽ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും അത് പലപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ പോലെ എനിക്ക് തോന്നി. അപ്പം അത് മാക്സിമം ഒഴിവാക്കാം. ഇപ്പം നമ്മുടെ സൈഡ് പറയാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ സൈഡ് പറയാൻ പോവാം. നമ്മളെങ്ങനെയായിരുന്നു റിലേഷൻ ബ്രേക്ക് ആയി, ഇപ്പം എൻ്റെ ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നു, അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ പോവാം. ഇപ്പം സഞ്ജു അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ രീതിക്കുള്ള അറ്റാക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അറ്റാക്ക് എന്ന് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ചെളിവാരി എറിയൽ പോലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം അത് ഇവിടെ നിന്നും അങ്ങോട്ട് ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് എനിക്ക് തോന്നി. ഇപ്പം ഈ ഒരു പ്രശ്നം ഇവിടെ കൊണ്ട് അങ്ങോട്ട് തീർന്നു കഴിഞ്ഞ് ഇത് അടിപൊളിയായിട്ട് പോകും. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അതായത് ഇപ്പോൾ സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്ന് അടുത്ത വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെയും പൊങ്ങി അങ്ങോട്ട് പോകും. അപ്പം അങ്ങനെ പോകാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പം എനിക്ക് ഇത്ര തന്നെ ഈ വിഷയം കണ്ടപ്പോഴത്തേക്കും തോന്നിയുള്ളൂ. അപ്പം എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഇത്ര തന്നെ പറയാൻ തോന്നിയുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.